ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ 65ൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റിലുള്ള ഈ ചിക്കൻ 65ൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും വിനീഗറും ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് നന്നായി കഴുകി എടുത്തിട്ടുള്ള ചിക്കനാണിത്. ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുരുമുളകും ജീരകവും കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില നന്നായിട്ട് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 സാധനങ്ങൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ കൂടുതൽ വെള്ളമായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കോൺഫ്ലവറോ അരിപ്പൊടിയോ ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല, വല്ലാണ്ട് ലൂസാവാനും പാടില്ല. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ മസാല ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് വെള്ളം അധികമാവാനും പാടില്ല, നന്നായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. നിങ്ങൾക്ക് വെള്ളം അധികമായിട്ട് തോന്നുകയാണെങ്കിൽ കോൺഫ്ലവറോ അരിപ്പൊടിയോ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ മൂടി വെക്കണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറേശ്ശെ ചിക്കൻ പീസസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു ചിക്കൻ 65ൻ്റെ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ചിക്കൻ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറേ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കും. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പം ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പം നമ്മുടെ അവസാനത്തെ ബാച്ച് ചിക്കനും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പാനിൽ ഒരു 3 വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ.
ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഈ സോസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.